ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ശനിദോഷങ്ങളൊക്കെ മാറാനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാവാനും വേണ്ടി ഉള്ളൊരു പ്രാർത്ഥനയെ പറ്റിയാണ്. കാരണം സന്തോഷത്തിൻ്റെ കാരകനാണല്ലോ ശനി. അപ്പം ശനിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം നിലനിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. നമ്മുടെ ചാനലിൽ 200 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞു. അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം എൻ്റെ ചാനലിൽ 2K 2000 3000 4000 അങ്ങനെയുള്ള വ്യൂവേഴ്സൊക്കെ വരാറുണ്ട് പല വീഡിയോസിലും. പക്ഷേ ഈ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ആണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് സന്തോഷം. നമുക്ക് വളരെ വേഗം തന്നെ 1000-ലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതെനിക്കൊരു മോട്ടിവേഷനായിരിക്കും. നമ്മൾ പറയാൻ വന്നത്, ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ള ഈ സ്തോത്രം നിങ്ങൾക്ക് പലപ്പോഴും പരിചിതമായിട്ടുള്ളൊരു സ്തോത്രമായിരിക്കും. അതായത് സ്തോത്രം ഇതാണ്, അയ്യപ്പൻ്റെ സ്തോത്രമാണ് അത്. ഇതാണ്: ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രതുഭ്യം നമോ നമ. ഒരിക്കൽ കൂടി പറയാം: ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രതുഭ്യം നമോ നമ. ഇത് നമുക്ക് ഒരുപാട് പരിചിതമായി കേട്ടിട്ടുള്ളതാണ്. അയ്യപ്പൻ്റെ ഏറ്റവും പരിചിതമായിരിക്കും. ഇപ്പോൾ മാളികപ്പുറം സിനിമയിലൊക്കെ ഉണ്ട്. അത് ഒരു BGM ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഈ സ്തോത്രം ചൊല്ലണം ഡെയിലി ഒരു 12 തവണയെങ്കിലും രാവിലെ കുളിച്ച് കിഴക്കോട്ട് ചൊല്ലുക, അല്ലെങ്കിൽ വൈകുന്നേരം കുളിച്ച് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ചൊല്ലി വരുന്നത്. യാതൊരു വ്രതമോ ചിട്ടയോ ഒന്നും വേണ്ട. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് കുലദേവതയെയും ഗണപതിയെയും ധ്യാനിച്ചിട്ട് ഇത് ചൊല്ലിയാൽ മതി. അപ്പോൾ ഇത് ചൊല്ലി വന്നു കഴിഞ്ഞാൽ നമുക്കതിന് മാറ്റം അറിയാൻ പറ്റും. ശനിദോഷം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം നിൽക്കും, ദുഃഖ ദുരിതങ്ങളൊക്കെ അകലും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും ഇതിന് വേറെയും ക്രിയകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് നടക്കാത്ത ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, തടസ്സങ്ങളൊക്കെ മാറി ആഗ്രഹം നടക്കാൻ 36 വീതം 2 നേരം നെയ്വിളക്ക് കൊളുത്തി ജപിക്കുന്നതൊക്കെ പതിവ് ഉള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഡെയിലി ഒരു 12 തവണയെങ്കിലും മിനിമം ചൊല്ലി വന്നാലും മതിയാകും. അപ്പോൾ നമ്മുടെ ശനിദോഷത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ലൊരു ഫലം കിട്ടും. അതേപോലെ നമുക്കിപ്പോൾ ആ സമയത്ത് നമുക്കിപ്പോൾ ഡെയിലി ചൊല്ലാൻ മടിയുണ്ടെങ്കിൽ നമ്മൾ ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയ്യപ്പൻ്റെ സന്നിധി അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി ദർശനം നടത്തി ഒരു 5 വലം വെച്ച് ഇത് ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഇത് ചൊല്ലിക്കൊണ്ട് 5 വലം വെച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് വരുന്നത് നല്ലതാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് കഴിയുമെങ്കിൽ ശനിയാഴ്ചകളിൽ നോൺ വെജ് ഒഴിവാക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഫലം ഇരട്ടിയാവും. അതുപോലെ ഡെയിലി ചൊല്ലുന്നവർ ഇത് ചൊല്ലി കാക്കിക്ക് ആഹാരം കൊടുക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ഫലത്തെ 10 മടങ്ങാക്കാൻ വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങളൊന്നും പറ്റിയില്ലെങ്കിൽ ഇത് ചൊല്ലി വരികയെങ്കിലും ചെയ്യുന്നത് വളരെ നല്ലതാണ്.